ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ബീഫ് കറിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മൾ സാധാരണ കറിയൊക്കെ വെക്കൂലേ, അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തപ്പെടുത്തിയാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബീഫ് കറി എങ്ങനെയാണെന്ന് തയ്യാറാക്കി എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ബീഫ് കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു കുക്കറൊന്ന് വെച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് ചൂടായപ്പം ഒരു 3 ഏലക്ക ഒന്ന് ചതച്ചതും പിന്നെ ചെറിയൊരു കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടി അത് ചെറിയ പീസായിട്ട് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ 3 പച്ചമുളകും 2 സവാള ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി സവാളയുടെ ഒക്കെ ഒരു കളർ 1/4 ഭാഗത്തോളം മാറിയതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. എന്ന് വെച്ചാൽ ഒന്ന് മുരിഞ്ഞു തുടങ്ങുമ്പോൾ പൊടികൾ ചേർത്താൽ മതി. ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് കുരുമുളക് ഞാൻ ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയേ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചത്. മുളക് പൊടിയുടെ അളവ് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. കുറച്ച് എരിവ് കൂടിയിട്ടുള്ളൊരു കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ സാദാ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഈ പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണേ. ഇപ്പോൾ എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ ഒരെണ്ണം മതിയേ. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. ആ വെയിറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് പ്രസ് ചെയ്ത് അടച്ചിട്ടില്ല, ചുമ്മാ വെച്ച് കൊടുത്തിട്ടുള്ളേ. ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തും കൂടി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ടൈമിൽ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ആ മസാലയിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബീഫിലുള്ള ഒരു വെള്ളമില്ലേ, അതിൽ വേണം ഇതൊന്ന് കുക്കായി കിട്ടാൻ. വെയിറ്റ് വെക്കാതെ നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഒരു ഹൈ ഫ്ലെയിമിലേക്ക് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം മാറ്റി കൊടുക്കാം. ഇതിൽ ബീഫിലുള്ളൊരു വെള്ളം മൊത്തത്തിൽ അങ്ങ് ഇറങ്ങി വന്നിട്ട് ഈ വെള്ളം ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് ഈ രീതിയിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തും കൂടി കൊടുത്ത് വെള്ളം നമുക്ക് മൊത്തത്തിലൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ബീഫിലുള്ള ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ട അതിൻ്റെ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണേ. നല്ലതുപോലെ തിളപ്പിച്ച വെള്ളം വേണം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ. ഒരു 1-1.5 കപ്പിൻ്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊരു 4-5 വിസിലടിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിരിക്കുന്നതാണ്. ഞാൻ കുക്കറിൻ്റെ സ്റ്റീമൊക്കെ അടിച്ചതിന് ശേഷം ആ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് തുറന്ന് നോക്കിയിരിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തും കൂടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുത്തിരിക്കുന്ന ഒരു ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ബീഫ് കറി തയ്യാറാക്കി നോക്കാം കേട്ടോ. ഉറപ്പായിട്ട് അത് ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.